ഇക്കാലത്തിൽ യുവതലമുറയ്ക്കിടയിൽ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ വിവാഹത്തോടുള്ള വിമുഖത വർദ്ധിച്ചു വരുന്നതായി പല നിരീക്ഷണ റിപ്പോർട്ടുകളും പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാതെ കെട്ടിക്കാൻ വീർപ്പുമുട്ടുന്ന അച്ഛനമ്മമാർ അറിയുക, നിങ്ങളുടെ മക്കൾ നേരിടുന്നത് ഒരു സാധാരണ മടി മാത്രമായിരിക്കണമെന്നില്ല. വിവാഹത്തെക്കുറിച്ചോ ദീർഘകാല ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള തീവ്രമായ ഭയമായിരിക്കാം. ഇത്തരത്തിൽ വിവാഹം പോലെയുള്ള ഉത്തരവാദിത്വമുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ഭയമാണ് ഗാമോഫോബിയ. മറ്റെല്ലാ ഫോബിയകളെയും പോലെ ഉത്കണ്ഠയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഗാമോഫോബിയയും. ഇതിന് സ്ത്രീ പുരുഷ ഭേദമില്ല, ആരിലും ഉണ്ടാകാം. അടിസ്ഥാനരഹിതമായ ഭയം അഥവാ ഫോബിയ തീവ്രമാണെങ്കിൽ വിവാഹത്തിന് മാത്രമല്ല നീണ്ടകാല ബന്ധങ്ങൾക്കെല്ലാം തടസ്സമായി എന്ന് വരാം. ഉദാഹരണമായി, തീവ്രമായ ഗാമോഫോബിയ ഉള്ള ഒരു വ്യക്തിക്ക് നീണ്ടു നിൽക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് പോലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം. അഥവാ ഒരു ബന്ധത്തിൽ തുടരാൻ തീരുമാനിച്ചാലും അത് അവസാനിച്ചു പോകുമോ എന്ന ഉത്കണ്ഠ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. അച്ഛനമ്മമാരുടെ അസ്വസ്ഥകരമായ ജീവിതം, ഒരു മുൻ ബ്രേക്കപ്പ് അഥവാ വേർപിരിയൽ ഉണ്ടാക്കിയ മാനസികാഘാതം, തെറ്റായ ഒരു വ്യക്തി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ന ഭയം, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാളെ സാമൂഹിക സാംസ്കാരിക നിയമങ്ങൾ അനുസരിച്ച് അറേഞ്ച് മാരേജിലൂടെ സ്വീകരിക്കാനുള്ള ഭയം, ഇങ്ങനെ വിവിധ കാരണങ്ങളാലും ഗാമോഫോബിയ രൂപപ്പെടാം. ബാല്യകാലത്ത് മാതാപിതാക്കളുടെ മോശമായ ബന്ധങ്ങളോ വേർപിരിയലുകളോ കുടുംബങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളോ കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ വിവാഹബന്ധം ഒരു ദുരന്തമായി മാറുമെന്ന ഭയം ഉടലെടുക്കും. കൂടാതെ വിവാഹത്തോടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, സ്വന്തം കരിയർ ലക്ഷ്യങ്ങൾ, സാമ്പത്തികപരമായ സ്വാതന്ത്ര്യം എന്നിവ നഷ്ടപ്പെടുമോ എന്ന ഭയവും ആധുനിക കാലത്തെ യുവതികളിൽ ഗാമോഫോബിയയുടെ ഒരു പ്രധാന കാരണങ്ങളിൽ കണക്കാക്കാം. ശരിയായ ചികിത്സയിലൂടെയും സാമൂഹിക പിന്തുണയിലൂടെയും തുറന്ന ആശയവിനിമയത്തിലൂടെയും ഈ അവസ്ഥയെ മറികടന്ന് ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. വിദഗ്ധനായ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുന്നത് ഈ ഭയത്തെ അതിജീവിക്കാൻ അത്യാവശ്യമാണ്.